God, our Heavenly Father, you have been gracious to our forefathers. You are faithful to us today. As we deliberate upon our responsibilities, be with us, guide us, and direct all our thinking. സ്ഥാപകരായ 4 പേരുടെ ഫെലോഷിപ്പിന്റെ പിന്തുടർച്ചയായാണ് കോളേജിന്റെ ഭരണം മുമ്പോട്ട് പോകുന്നത്. മലങ്കര സിറിയൻ ചർച്ച്, മർത്തോമ സിറിയൻ ചർച്ച്, ആംഗ്ലിക്കൻ സഭയുടെ തിരുവിതാംകൂർ കൊച്ചി ഡയോസിസ് എന്നിവയിലെ അംഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഫെലോഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥിരം അധ്യാപകരുടെ കൂട്ടായ്മയാണ്. അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സെനറ്റസ് ആണ് തുടക്കത്തിൽ ഭരണ നിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് ഈ ഫെലോഷിപ്പ് അറിയപ്പെടുന്നത് ഇന്റർ ചർച്ച് ഫെലോഷിപ്പ് എന്ന പേരിലാണ്. നിലവിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, മലങ്കര യാക്കോബായ സിറിയൻ ചർച്ച്, മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നീ 4 സഭകളിലെ അംഗങ്ങൾക്കാണ് കോളേജിന്റെ ഭരണ സംവിധാനത്തിൽ പ്രാതിനിധ്യമുള്ളത്. സവിശേഷമായ ഒരു എക്യൂമെനിക്കൽ ദർശനമാണ് യൂണിയൻ ഇൻ ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന നിലയിൽ അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഇത് ഒറ്റ വ്യക്തിക്ക് പരമാധികാരം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമല്ല UC കോളേജിൻ്റെ. ശരിക്കും അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് വളരെ പണ്ട് മുതൽ തന്നെ പ്രാവർത്തികമാക്കിയ ഒരു സ്ഥാപനമാണ് UC കോളേജ്. മാത്രമല്ല, സ്റ്റാൻഡിംഗ് കൗൺസിലിനും നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവേണിംഗ് ബോഡിക്കകത്തും കോളേജിൽ നിന്നുള്ള അധ്യാപകർ അംഗങ്ങളായിരിക്കും. അപ്പോൾ അധ്യാപകർക്ക് ഈ കോളേജിൻ്റെ ഭരണകർത്തൃത്വത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യത ഫെലോഷിപ്പിലൂടെ നിലനിൽക്കുന്നുണ്ട്. അക്കാഡമിക് എക്സലൻസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഈ 2 ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 1921 UC കോളേജ് സ്ഥാപിതമാകുന്നത്. 1925 മഹാത്മാഗാന്ധി കോളേജിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സന്ദർശക ഡയറിയിൽ എഴുതിയ ഒരു വാക്യം കോളേജ് അതിൻ്റെ തിലകക്കുറി പോലെ ഭദ്രമായിട്ട് ഇന്ന് സൂക്ഷിക്കുന്നതാണ്. അതിൽ അദ്ദേഹം എഴുതിയത് ഡിലൈറ്റഡ് വിത്ത് ദ ഐഡിയൽ സിറ്റുവേഷൻ എന്നുള്ളതാണ്. The year 2023 marks the 75th anniversary of Mahatma Gandhi's assassination. നാക്കിൻ്റെ അക്രഡിറ്റേഷൻ 1996 ആരംഭിക്കുമ്പോൾ കേരളത്തിൽ ആദ്യം 5 സ്റ്റാർ ഗ്രേഡ് കിട്ടിയത് UC കോളേജിനാണ്. 2022 NIRFൻ്റെ ദേശീയ റാങ്കിങ്ങിൽ 97 സ്ഥാനത്ത് കോളേജ് വന്നു. ആ യാഥാർത്ഥ്യത്തെ വീണ്ടും മെച്ചപ്പെടുത്താൻ ഈ കഴിഞ്ഞ വർഷം കോളേജ് 20 സ്ഥാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് 77 റാങ്ക് കരസ്ഥമാക്കി. ഈ നിലയിൽ ഇപ്പോഴും ആ ദേശീയ തലത്തിലും അക്കാഡമിക്കുമായ നിലവാരം പുലർത്തുന്നു. അതോടൊപ്പം ഏറ്റവും ഉന്നതമായ നീതിബോധം, ജനാധിപത്യ, മതേതര മൂല്യങ്ങൾക്ക് ഈ കോളേജ് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഈ കോളേജിൻ്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഒരു നിദർശനം എന്നെനിക്ക് തോന്നുന്നു. കൂടാതെ ഈ കോളേജിനെ സപ്പോർട്ട് ചെയ്യുന്ന, കോളേജിൻ്റെ നട്ടെല്ലായിട്ടും പിൻബലമായിട്ട് പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതിൻ്റെ ചാപ്റ്ററുകളുമാണ് ഈ കോളേജിന് ഏറ്റവും ശക്തി ദുർഗമായിട്ട് നിൽക്കുന്നത്. ഈ കോളേജിൻ്റെ ഏറ്റവും നല്ല അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഈ കോളേജിൽ നിന്ന് പഠിച്ച് നക്ഷത്രങ്ങളെപ്പോലെ വിവിധ മണ്ഡലങ്ങളിൽ ശോഭിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ജോസഫ് ഒരു ഓർമ്മതൻ ക്രൂരമാം സൗഹൃദം, ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ, കുംഭസാരത്തിൻ്റെ ബോധക്ഷയങ്ങളിൽ നിന്റെ നക്ഷത്രം ഉദിക്കുന്നു പിന്നെയും. ഞാൻ അറിയുന്നു തുറുങ്കു ഭേദിച്ച് നിൻ സ്നേഹപ്രവാഹം സമുദ്ര സംഗീതമായി മാറുന്നതും, വന്ധ്യകാലങ്ങളിൽ തണൽ വീശുന്ന നിന്റെ ബലിഷ്ഠമാം ചില്ലകൾ തോറും കൊടുങ്കാറ്റു കൂടുവയ്ക്കുന്നതും,
ഞാൻ അറിയുന്നു തുറുങ്കു ഭേദിച്ച് നിൻ സ്നേഹപ്രവാഹം സമുദ്ര സംഗീതമായി മാറുന്നതും വന്ധ്യകാലങ്ങളിൽ തണൽ വീശുന്ന നിന്റെ ബലിഷ്ഠമാം ഈ ചില്ലകൾ. കലാലയം സത്യത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിയുമാണ്, സ്രഷ്ടാവുമാണ് എന്ന് പറയാം. കേരളത്തിൻ്റെ സംസ്കാരത്തെ നിർണയിച്ച പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ കോളേജിൻ്റെ പ്രസിദ്ധി നേടിക്കൊടുത്ത ഏത് കാലത്ത് ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരൻ കോളേജ് തുടങ്ങിയ കാലം മുതൽക്ക്, അത് KC ചാക്കോ സാർ മുതൽക്ക് ഈ കോളേജിൻ്റെ പേരും പെരുമയും ആർജിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഇത്രയും പ്രഗത്ഭരായ അധ്യാപകരോടും ഉണ്ടായിരുന്നു. അത് ജാതിക്കും മതത്തിനും അതീതമായി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തി എന്നുള്ളതുകൊണ്ടാണ്. കോളേജിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയൊക്കെ എടുക്കുമ്പോൾ അതിൽ ഇന്ത്യക്കാരും യൂറോപ്യന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും അക്രൈസ്തവരും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഈ കോളേജിനുള്ളത്. അതാണ് ഈ കോളേജിൻ്റെ ഒരു പ്രധാന വിജയരഹസ്യം എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ പക്ഷേ KSUക്കാരനായിരുന്നില്ല, ഞാൻ SFIക്കാരനുമായിരുന്നില്ല, ഒരു യൂണിയനിലും മെമ്പർ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, ഒരു വർഷം ഞാൻ ചെയർമാനായ ഒരു വർഷം ഇവിടെ ഒരു വിദ്യാർത്ഥി സമരവും ഉണ്ടാകരുത്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളോ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങളോ ഹനിക്കപ്പെടുന്ന ഒരു നടപടി ഉണ്ടായാൽ അതിനെതിരായിട്ട് എല്ലാവരും ഒരുമിച്ച് സമരം ചെയ്യണം. ഇങ്ങനെ ഒരു കോളേജിൽ വരുമ്പോൾ ഇതൊരു വിസ്മയ ലോകമായിരുന്നു. അപ്പോൾ ഈ കോളേജ് എങ്ങനെ ഉണ്ടാവും, ഈ ഇംഗ്ലീഷ് എങ്ങനെ പറയും, കാരണം മലയാളം മീഡിയത്തിലാണ് പഠിച്ച് വരുന്നേ. അപ്പോൾ വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം, വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മളെ പതുക്കെ മെരുക്കിയെടുത്തു. പക്ഷേ UC കോളേജ് അതിൻ്റെ യുവത്വം നിലനിർത്തുന്നു, ഇപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് തുടരുന്നുണ്ട്. എത്രയോ പ്രതിഭകളെയാണ് ഈ വിദ്യാലയം വാർത്തെടുത്തത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ലോകത്തിൻ്റെ തന്നെ പുരോഗതിക്ക് വേണ്ടി അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാലയത്തെ പറ്റി ഉള്ള ഉദ്ദേശം ഇത് തന്നെയല്ലേ, ലോകത്തിന് നന്മ ചെയ്യുക എന്നുള്ളത്, നല്ല മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ക്യാമ്പസ് വളരെ കുറവാണ് ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് എന്താണ്, ഓരോ നൂക്ക് ആൻഡ് കോർണർ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന തരത്തിലുള്ളൊരു കോളേജാണത്. ലൈഫിൽ പലപ്പോഴായിട്ട് നമ്മൾ കൂട്ടി വയ്ക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണല്ലോ പിന്നീട് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറക്കിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം. My chemistry teacher at UC College, Professor Anandaraman, was probably the most influential person for me to choose chemistry as a career. I sincerely believe that my days at UC College had a great influence in my future successes. Almost every matter concerning students at the campus life, not hostel is especially by the ബാക്കി ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എവറി ടീച്ചർ വിൽ ഹാവ് എ പാർട്ടിസിപ്പേഷൻ. അതാണ് പ്രധാന കാര്യം. കുട്ടികൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഹോസ്റ്റലുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. പിന്നെ ഡേ സ്കോളേഴ്സായിട്ട് വരുന്നവർ ഞങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മനസ്സിലാക്കി. അതുകൊണ്ട് ദറ്റ് റിലേഷൻഷിപ്പ് വാസ് ബെറ്റർ. സ്റ്റുഡൻസ് ഗെറ്റ് എ ബെറ്റർ യൂസ് ഓഫ് ടീച്ചേഴ്സ്. പഠിപ്പിക്കൽ മാത്രമല്ലല്ലോ, പഠിപ്പിക്കൽ. 5 വർഷത്തെ കാലയളവിൽ എന്നെ ഞാനാക്കി മാറ്റുവാൻ UC കോളേജിൻ്റെ പങ്ക് മറക്കാവുന്നതല്ല. UC കോളേജിൻ്റെ ചാപ്പൽ ക്വയറിലും ബാസ്കറ്റ്ബോൾ ടീമിലും ഞാൻ അംഗമായിരുന്നു. എന്നോടൊപ്പം പഠിച്ച എല്ലാ സഹപാഠികളെയും, പഠിപ്പിച്ച അധ്യാപകരെയും, കൂട്ടത്തിൽ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. സാധാരണ നമ്മൾ പറയും ഒരു ക്യാമ്പസ് നമ്മളെ സ്വാധീനിക്കുന്നത് അതിൻ്റെ ക്രിട്ടിക്കൽ മാസ്, ഡൈവേഴ്സിറ്റി, ഇതൊക്കെ കൊണ്ടാണ് എന്ന് പറയും. ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത് സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലെവലിൽ അത്ര വലുതല്ലെങ്കിലും ഒരു ക്രിട്ടിക്കൽ മാസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഏത് സ്ഥലത്തെത്തുമ്പോഴും ഏത് പൊസിഷനിലെത്തുമ്പോഴും ഞാൻ UC കോളേജിനെ ഓർക്കും.
1966 മുതൽ 73 വരെയാണ് ഞാൻ UC കോളേജിൽ പഠിച്ചിരുന്നത്. പ്രീ ഡിഗ്രി BSc സ്പെഷ്യൽ ഫിസിക്സ് ആൻഡ് MSc ഫിസിക്സ്. ആ കാലഘട്ടം എൻ്റെ പിന്നീടുള്ള ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു കാലഘട്ടമാണ്. ഒരു ഹോസ്റ്റലറായിട്ടായിരുന്നു എൻ്റെ പഠനം. അക്കാലത്ത് ഹോസ്റ്റലിൻ്റെ ലൈഫ് ഒരു വീട്ടിലെ ലൈഫ് പോലെ തന്നെയായിരുന്നു, ഒരു കുടുംബം പോലെയാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. ഡോക്ടർ AM ചാക്കോയും ഫാമിലിയായിരുന്നു ഞങ്ങളുടെ നോൺ റെസിഡൻറ്റ് വാർഡൻസ്. അപ്പോൾ അവർ ആക്ച്വലി ഫോസ്റ്റർ പേരൻസ് ആയിരുന്നു നമുക്ക് എന്ന് പറയാം. അപ്പോൾ ആ അറ്റാച്ച്മെൻറ്റ് രണ്ടുപേരുടെയും അവസാന കാലം വരെ നമ്മൾ തുടർന്നിരുന്നു.